കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്, ജ്ഞാനിയെ ശാസിക്കുക, അവൻ നിന്നെ സ്നേഹിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ശ്രദ്ധിച്ചേയും, ശാസിക്കുന്നത് ആരെയായിരിക്കണം, അല്ലെങ്കിൽ ആരെ ശാസിച്ചത് കൊണ്ടാണ് നമുക്ക് ഗുണമുണ്ടാകുന്നത് എന്നുള്ളൊരു ഭാഗത്ത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. സഭയിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, സമൂഹത്തിലാകട്ടെ പലപ്പോഴും ശാസനയ്ക്ക് വിധേയമാകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്കറിയാം, ചിലരെ ശാസിച്ചിട്ട് കാര്യമില്ല, അവരെ ഫലസിച്ചിട്ട് അവരെ തിരുത്താൻ നോക്കിയിട്ട് നടക്കാത്ത, അല്ലെങ്കിൽ അവരെ തിരുത്താൻ കഴിയാത്ത വ്യക്തികൾ ഒരുപാട് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. സഭയിലുമുണ്ട്, കുടുംബങ്ങളിലുണ്ട്, സമൂഹത്തിലുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ തിരുവചനം എന്താണ് പറയുന്നത്? പരിഹാസിയെ ശാസിക്കാൻ നിൽക്കരുത്. അത് ശാസിച്ചതുകൊണ്ട് ഗുണമില്ല. കാരണം ആ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, പരിഹാസി നിന്നെ എന്ത് ചെയ്യും? പകയ്ക്കും. നമ്മൾ പലപ്പോഴും പലരെയും ശാസിക്കുന്ന സമയത്ത് അവർ നമ്മളെ പകയ്ക്കുന്ന കാര്യമില്ല. ഒന്നുകൂടെ നമ്മുടെ സ്തോത്രം, നമ്മുടെ ഒരു ശൈലിയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലൊരു മലയാള ഭാഷ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവർ നമുക്ക് വില തരത്തില്ല, അല്ലേ? എന്തുവാ ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ശാസിക്കുന്നത്, വേറെ ജോലിയൊന്നുമില്ലയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ശാസനയ്ക്ക് വില കൽപ്പിക്കുന്നത് ജ്ഞാനിയാണ്. സ്തോത്രം. കാര്യം, ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ശാസനയ്ക്ക് വിധേയമാകുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എല്ലാവരും നമ്മളെ ശാസിക്കത്തില്ല, അല്ലേ? ഇന്ന് നമുക്കറിയാം, ഈ നമ്മളെ നല്ലതെന്ന് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സ്തോത്രം. നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന എല്ലാ ആൾക്കാരും പറയും യു ആർ ഗുഡ്, നല്ല ആളാണ്, നല്ല ഒരുക്കം, നല്ല ഡ്രസ്സ്, ഇല്ലെങ്കിൽ നല്ല സൗന്ദര്യം എന്നൊക്കെ നമ്മൾ നോക്കി പറയാറുണ്ട്. പക്ഷേ വളരെ ചുരുക്കം ചില വ്യക്തികൾ മാത്രമാണ് അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത്, ആ ഡ്രസ്സ് നിനക്ക് ചേരത്തില്ല, ഇല്ലെങ്കിൽ ഈ മെത്തേഡ് നീ ഒരുങ്ങാൻ ഉപയോഗിക്കുന്നെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാർ ചുരുക്കമാണ്. ഇനി പറയുന്നവരെ ബൈബിൾ എന്ത് പറയുന്നു? അങ്ങനെ തിരുത്തുന്ന ആൾക്കാരെ ബൈബിൾ പറയുന്നൊരു പ്രയോഗമാണ് ജ്ഞാനി. സ്തോത്രം. അപ്പം ഈ ശാസനയെ നിരസിക്കുന്നതാരാണ്? അവൻ പരിഹാസി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ശാസനയ്ക്ക് വിധേയമാകുന്നവർ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ തിരുത്തുവാൻ അവർക്ക് കഴിവുണ്ട്, അവർ ജ്ഞാനിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരുത്തുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിലോ ദൈവത്തിൻ്റെ മുമ്പിലോ നമ്മൾ അപഹാസ്യരായി തീരാതിരിക്കേണ്ടതിന് നിശ്ചയമായും നമ്മൾ തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടത് ആവശ്യമെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ പരിഹാസിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായി അവനെ ശാസിച്ചതുകൊണ്ട് കാര്യമില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, ജ്ഞാനിയെ ശാസിക്കുക, അവൻ നിന്നെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് ശാസിക്കുമ്പോൾ ജ്ഞാനമുള്ളവരെ ശാസിക്കാൻ തുനിയുക. അത് നമുക്കും അവർക്കും അനുഗ്രഹമായി മാറും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകയും മറിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താണ്. എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.